10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി. 3 മാസങ്ങൾക്ക് മുൻപ് KSRTCയുമായി മത്സരയോട്ടം നടത്തി ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തു എന്നതിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് സീസൺ എന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തതും ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ നടപടിക്കായി ഒരുങ്ങിയതും. ജീവനക്കാർക്ക് കൃത്യമായി കൂലി നൽകാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഇതുവഴിയോടുന്ന 100-ലധികം ബസ്സുകളുടെയും അവസ്ഥ മാറിക്കഴിഞ്ഞുവെന്നും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമ്പോൾ ഏറെ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതിനാൽ ഈ റൂട്ടിൽ തൊഴിലെടുക്കാൻ പോലും ഇപ്പോൾ ജീവനക്കാർ മടിക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി. ഇന്ന് കാലടിയിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് മൂലം ഏറ്റവും പ്രതിസന്ധിയായി മുന്നോട്ട് പോകുന്ന ഒരു വ്യവസായമാണ് സ്വകാര്യ ബസ് മേഖല. കാലടി ടൗണിൽ 10-12 തവണ ടൗണിൽ വന്ന് ടൗണിൻ്റെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ കാലടി ശ്രീശങ്കര പാലത്തിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ ബസ്സുകളും പാലത്തിൻ്റെ ഇരുവശങ്ങളിലും രൂപപ്പെടുന്ന കുഴികൾ മൂലം കിലോമീറ്ററുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് നിലവിൽ കാലടിയിൽ നിത്യസംഭവമായി നമ്മൾ കാണുന്നത്. ഒരു തവണ പോലും അതിലൂടെ കാലടി ടൗണിലൂടെ അല്ലെങ്കിൽ കാലടി ശ്രീശങ്കര പാലത്തിലൂടെ പോകാൻ കഴിക്കുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ ഒരു തവണ വന്നവർ പിന്നീട് ആ വഴിക്ക് വരുന്നില്ല എന്നുള്ള സത്യം കൂടിയുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സ്വകാര്യ ബസ് ഒരു ദിവസം 10-12 തവണ കാലടി ടൗണിൽ വന്നു പോകുന്നത്. അത് ഓടിക്കുന്ന അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദവും അവർ ജോലിയുടെ ഭാരവും മനസ്സിലാക്കുമ്പോൾ അതിനൊരു പ്രതിവിധി കാണുവാൻ സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ വിഷയം പല നാളുകളിലും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇന്ന് വരെ ഒരു പ്രതിവിധിയില്ല. റോഡ് നിയമങ്ങൾ കർശനമായി എല്ലാവരും പാലിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ബസ്സുടമകളുടെ നിലപാട്. എന്നാൽ റോഡിൽ തടസ്സങ്ങൾ ഇല്ലാതെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കാതെ സ്വകാര്യ ബസ്സുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഭീമമായ പിഴ ചുമത്തുന്ന നടപടി ഒഴിവാക്കണമെന്ന് അങ്കമാലി കാലടി മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് APGB, സെക്രട്ടറി BO ഡേവിസ് എന്നിവർ ആവശ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, സമയനിഷ്ഠ പാലിച്ച് സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്തണം. മറ്റുള്ള വാഹനങ്ങൾക്ക് സമയനിഷ്ഠ പാലിച്ച് സർവീസ് നടത്തേണ്ട, പോകേണ്ടതുമില്ല, വരേണ്ടതുമില്ല. ഈ നീണ്ട ഗതാഗത കുരുക്കിൽ കിടക്കുമ്പോൾ സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ച് കാലടി ടൗണിൽ നിന്ന് പാസ് ചെയ്ത് പെരുമ്പാവൂരിലെത്തണം, ആലുവയിലെത്തണം, മറ്റു വിവിധ പ്രദേശങ്ങളിലെത്തുമ്പോൾ ഗതാഗത കുരുക്കിൽ പെടുന്ന സ്വകാര്യ ബസ്സുകൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ നിർബന്ധിതരാവാണ്. ഈ സാഹചര്യത്തിൽ ഈ ബസ്സിൻ്റെ പേരിലും അത് ഓടിക്കുന്ന ജീവനക്കാരുടെ പേരിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടി എടുക്കുന്ന പ്രവണത കൂടി വരുന്നു. അതുകൊണ്ട് ഈ പ്രവണതയ്ക്ക് കാരണം എന്താണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികൾ പരിശോധിക്കണം. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് വേണം അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ എന്നാണ് അസോസിയേഷന് പറയാനുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി കാലടി ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഇതിനു മുമ്പ് കൂടിയിട്ടുള്ള ട്രാഫിക് കമ്മിറ്റിയിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അടിയന്തരമായി നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇച്ഛാശക്തി കാണിക്കണം എന്നാണ് അങ്കമാലി കാലടി അത്താണി കൊരട്ടി മേഖലയിലെ ബസ് ഉടമ സംഘടനകൾക്ക് പറയാനുള്ളത്. 10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി.